കാർഷിക വാർത്തകൾ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഫോർമാലിൻ കലർത്തിയ മത്സ്യങ്ങൾ വിപണിയിൽ വ്യാപകമാകുന്നു. ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് മായം കലർത്തിയ മത്സ്യങ്ങൾ എത്തുന്നതെന്നാണ് റിപ്പോർട്ട്. ട്രോളിംഗ് നിരോധനം മുതലെടുത്താണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കടൽ മത്സ്യം എത്തിക്കുന്നത്. ചൂര, സ്രാവ്, തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് ഫോർമാലിൻ അടക്കമുള്ള രാസവസ്തുക്കൾ കലർത്തി എത്തുന്നത്. റോഡ് മാർഗം എത്തുന്നതിന്റെ 2 ഇരട്ടി മത്സ്യം ട്രെയിൻ വഴിയും എത്തുന്നുണ്ട്. ഫോർമാലിൻ തെളിച്ച മീനുകളുടെ ചെകിളപ്പൂക്കൾക്കും കണ്ണിനും നിറവ്യത്യാസമുണ്ടാകും. തൊലിപ്പുറത്തെ മിനുമിനുപ്പ് ഉണ്ടാകില്ല. തൊലിപ്പുറത്ത് ദുർഗന്ധമുള്ള ദ്രാവകമുണ്ടാകും. കറിയാകുമ്പോൾ മാംസത്തിന് നിറവ്യത്യാസവും മൃദുത്വവും ഉണ്ടാകുമെന്നും ഇത്തരത്തിലുള്ള മീൻ ഭക്ഷിക്കരുതെന്നും മുന്നറിയിപ്പുണ്ട്. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യങ്ങൾക്ക് ഉയർന്ന വില ലഭിക്കുന്നതാണ് ഫോർമാലിൻ കലർന്ന മത്സ്യത്തിന്റെ വരവ് വർദ്ധിപ്പിക്കുന്നത്. മറ്റ് സമയങ്ങളിൽ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ മത്സ്യം വിതരണം ചെയ്യുന്നതും ഇതര സംസ്ഥാനത്തുള്ള വ്യാപാരികൾ കേരളത്തിലേക്ക് മത്സ്യവിപണിയിൽ സജീവമാണ്. മത്സ്യം കടന്നുവരുന്ന വഴിയിലും മാർക്കറ്റിലും കൃത്യമായ പരിശോധനാ സംവിധാനം ഇല്ലാത്തതിനാലാണ് ഇത്തരം മത്സ്യത്തിന്റെ വരവ് നിയന്ത്രിക്കാൻ കഴിയാത്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലത്തിനുള്ള ജൈവ കീടനാശിനിയുമായി കോഴിക്കോട് ICAR ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം. ഏലപ്പേനിനെ നിയന്ത്രിക്കാനുള്ള ജൈവ കീടനാശിനി ഏലം മേഖലയിൽ വിപ്ലവകരമായ മാറ്റത്തിന് കാരണമാകും. ഇന്ത്യയിൽ 70,000 ഹെക്ടറിലധികം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഏലത്തെ ബാധിക്കുന്ന പ്രധാന പ്രശ്നമാണ് പേൻ ആക്രമണം. ഏകദേശം 30 മുതൽ 90% കായ്കളെ നശിപ്പിക്കുകയും 45 മുതൽ 48% വരെ വിളവ് കുറയ്ക്കുകയും ചെയ്യുന്ന ഈ കീടം ഏക്കറിന് 2 ലക്ഷം രൂപയ്ക്കു മേലെ വരെ കർഷകർക്ക് സാമ്പത്തിക നഷ്ടം വരുത്താൻ സാധ്യതയുണ്ട്. ഏല കർഷകരുടെ ഉപജീവനവും ഉയർന്ന മൂല്യമുള്ള ഈ സുഗന്ധവ്യഞ്ജനത്തിന്റെ നിലവാരത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഈ കീടത്തെ നിയന്ത്രിക്കാൻ രാസകീടനാശിനികളാണ് കർഷകർ ആശ്രയിക്കുന്നത്. ഏലപ്പേനുകളെ നിയന്ത്രിക്കാൻ കർഷകർ വളരെ കാലമായി ഉപയോഗിക്കുന്ന രാസകീടനാശിനികൾക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ ഒരു ബദൽ മാർഗത്തിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിനാണ് ഗവേഷണ സ്ഥാപനം ലക്ഷ്യമിടുന്നത്. സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞർ ഏലപ്പേനുകളിൽ നിന്ന് വേർതിരിച്ചെടുത്താൽ ലെക്കാനിസിലിയം സാലിയോട്ടെ എന്ന കുമിൾ ഉപയോഗിച്ചാണ് ഈ ജൈവ കീടനാശിനി വികസിപ്പിച്ചിരിക്കുന്നത്. ഈ കുമിൾ ഏലപ്പേനുകളിൽ വളരുകയും അവയെ കൊല്ലുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള വിപണിയിലെത്തുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും കീടനാശിനി സാന്നിധ്യമുണ്ടെന്ന് കാർഷിക സർവകലാശാലയുടെ പരിശോധനയിൽ കണ്ടെത്തി. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവയിലാണ് വിഷം കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നത്. ക്യാൻസർ ഉൾപ്പെടെ മാരകരോഗങ്ങൾക്കിടയാക്കുന്ന കീടനാശിനികൾ മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികളിൽ ഉയർന്ന അളവിലുണ്ടെന്നാണ് പരിശോധനാ ഫലം. വെള്ളായണി കാർഷിക കോളേജ് ലാബിലാണ് പരിശോധന നടത്തിയത്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു നൽകുന്ന സാമ്പിളുകൾ എല്ലാ വർഷവും ഇവിടെ പരിശോധിക്കാറുണ്ട്. വ്യത്യസ്ത ജില്ലകളിൽ നിന്നാണ് സാമ്പിൾ എടുക്കുന്നത്. പഴം, പച്ചക്കറി സാമ്പിളുകളിൽ അനുവദനീയമായ അളവിലുമധികം കീടനാശിനി കണ്ടെത്തി. വെണ്ടയ്ക്ക, വഴുതന, ക്യാപ്സിക്കം, ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി, നെല്ലിക്ക, ഉരുളക്കിഴങ്ങ് എന്നീ പച്ചക്കറികളിലാണ് കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നത്. ആപ്പിൾ, സപ്പോട്ട, മുന്തിരി, പേരിക്ക, മാതളം, സ്ട്രോബെറി തുടങ്ങിയ പഴങ്ങളിലും അമിത വിഷാംശം അടങ്ങിയിട്ടുണ്ട്. പല വ്യഞ്ജനവും സുരക്ഷിതമല്ല. പെരുംജീരകം, ജീരകം, ഉണക്കമുളക്, മല്ലി എന്നിവയിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട്. കിഴങ്ങുവർഗ്ഗങ്ങളിലും വാഴപ്പഴത്തിലും പൊതുവെ കുറവാണ്. മല്ലിയില, ചീര, പുതിന, കറിവേപ്പില തുടങ്ങിയ ഇലവർഗ്ഗങ്ങളിൽ മോണോക്രോട്ടോഫോസ്, അസഫേറ്റ്, പ്രൊഫനോഫോസ്, എത്തയോൺ എന്നിവയാണ് തളിക്കുന്നത്. അടുക്കളത്തോട്ടം വ്യാപകമാക്കുന്നതാണ് പോംവഴിയെന്ന് കൃഷി വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മിൽമയുടെ ഇലക്ട്രിക് ഐസ്ക്രീം വണ്ടി മിലി കാർട്ട് പുറത്തിറക്കി. വിപണനോദ്ഘാടനം മന്ത്രി P. രാജീവ് തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മിൽമയ്ക്ക് വേണ്ടി പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് നിർമ്മിച്ചതാണ് മിൽമ മിലി കാർട്ടുകൾ. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കനോപ്പിയും ഫ്രീസറും ഉൾപ്പെടുന്നതാണ് മിൽമ മിലി കാർട്ട്. മിൽമ ചെയർമാൻ KS മണി താക്കോൽ ഏറ്റുവാങ്ങി. 30 വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. മിൽമയുടെ 3 പ്രാദേശിക യൂണിയനുകൾക്ക് 10 മിൽമ മിലി കാർട്ടുകൾ വീതം നൽകും. 70 എണ്ണത്തിന് കൂടി ഓർഡർ നൽകാനുള്ള സാധ്യത മിൽമ പരിശോധിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി അവയെ മത്സരാധിഷ്ഠിതമാക്കുകയും ലാഭകരമാക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ഈ വർഷം ആദ്യമായി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് 5000 കോടി രൂപയിലധികമായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ വെല്ലുവിളികൾക്കിടയിലും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 4500 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ മിൽമയ്ക്ക് കഴിഞ്ഞുവെന്ന് ചെയർമാൻ KS മണി പറഞ്ഞു. മൈഫിൻ TV, തിരുവനന്തപുരം. മഴ കനത്തു. ടയർ വ്യവസായികൾ ഷീറ്റ് വില ഉയർത്തി. കൊച്ചിയിൽ 4ാം ഗ്രേഡ് 20,000 കടന്നു. വെളിച്ചെണ്ണ ക്വിന്റലിന് 300 രൂപ കൂടി.
മഴ കാരണം റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കാലതാമസം നേരിടുമെന്ന വിലയിരുത്തലുകളാണ് ടയർ വ്യവസായികളെ ഷീറ്റ് വില ഉയർത്താൻ പ്രേരിപ്പിച്ചത്. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ 20,000 രൂപയിൽ നിന്നും 20,100 രൂപയിലേക്ക് ഉയർന്നു. 5ാം ഗ്രേഡ് 19,800 രൂപയിൽ വിപണനം നടന്നു. ഷീറ്റ് ക്ഷാമം രൂക്ഷമായതിനാൽ ടയർ നിർമ്മാതാക്കൾ വിപണിയിൽ പിടിമുറക്കുമെന്ന നിഗമനത്തിലാണ് ഉൽപ്പാദകർ. രാജ്യാന്തര റബ്ബർ വിലയിൽ കാര്യമായ മാറ്റമില്ല. 19,400 രൂപ. ഇന്തോനേഷ്യയിൽ പാമോയിൽ കരുതൽ ശേഖരം 50% ഉയർന്ന വിവരം വിൽപ്പനക്കാരെ സമ്മർദ്ദത്തിലാക്കി. അവരുടെ കരുതൽ ശേഖരം 3 ദശലക്ഷം ടണ്ണിലേക്ക് ഉയർന്നത് മറ്റ് ഒരു കയറ്റുമതി രാജ്യമായ മലേഷ്യയെ തിരക്കിട്ടുള്ള വിൽപ്പനയ്ക്ക് പ്രേരിപ്പിക്കുന്നു. മലേഷ്യൻ പാമോയിൽ ടണ്ണിന് $937. യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും ഇറക്കുമതിയിൽ മുന്നിലാണ്. സംസ്ഥാനത്ത് നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ചു. പ്രാദേശിക ആവശ്യം ഉയരുന്നത് കണ്ട വ്യവസായികൾ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 300 രൂപ ഉയർത്തി റെക്കോർഡായ 37,100 രൂപയിലെത്തിച്ചു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിന് വന്ന ചരക്ക് പൂർണ്ണമായി വിറ്റഴിഞ്ഞു. കയറ്റുമതിക്കാരും ആഭ്യന്തര വ്യാപാരികളും ചരക്ക് സംഭരണത്തിന് കാണിച്ച തിടുക്കം മെച്ചപ്പെട്ട വിലയ്ക്ക് അവസരമൊരുക്കി. മികച്ച ഇനങ്ങളുടെ വില കിലോ 3,205 രൂപയിലേക്ക് ഉയർന്നപ്പോൾ ശരാശരി ഇനങ്ങൾ 2,624 രൂപയിലും കൈമാറി. മൊത്തം 32,561 കിലോ ഏലക്ക ലേലം കൊണ്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 200, RSS 5 197, ലാറ്റക്സ് 142, ജാതിക്ക 250, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 800, അടയ്ക്ക 260, കാപ്പിക്കുരു 210, കൊക്കോ പരിപ്പ് 250, കുരുമുളക് ഗാർബിൾ 68,100, കുരുമുളക് അൺഗാർബിൾ 66,100, ഏലക്ക 2,400 മുതൽ 2,500 വരെ, വെളിച്ചെണ്ണ 37,000, കൊപ്ര 25,000, ചുക്ക് 22,500.